നീറ്റ് 2026 റദ്ദാക്കിയെന്ന വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഒരു കാര്യം ഇപ്പം തന്നെ ക്ലിയർ ആണ്. റീ എക്സാം ഉറപ്പാണ്. അത് നടക്കും. അതായത് നിങ്ങൾ ഒരിക്കൽ കൂടി പരീക്ഷ എഴുതേണ്ടി വരും. അതിലിനി ഒട്ടും സംശയം വേണ്ട. ആ ഒരു സാഹചര്യം നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. പരീക്ഷ വീണ്ടും നടത്തുമെന്നും അതിൻ്റെ ഡേറ്റ് ഉടൻ അറിയിക്കുമെന്നുമാണ് അവർ പറയുന്നത്. ഇതിനായി പുതിയ രജിസ്ട്രേഷൻ്റെയോ ഫീസിൻ്റെയോ ആവശ്യമില്ല. പുതിയ അഡ്മിറ്റ് കാർഡ് നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് ഒന്നിനെക്കുറിച്ചും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. 30 കുട്ടികളുള്ള ഞങ്ങളുടെ റിപ്പീറ്റേഴ്സ് ബാച്ചിൽ നിന്നും 10 കുട്ടികൾക്ക് MBBS കിട്ടുമെന്ന് ഉറപ്പായിരുന്നു. റീ എക്സാം നടക്കുവാണെങ്കിലും ഞങ്ങൾക്ക് വിഷമില്ല. കാരണം റീ എക്സാം വന്നാലും അവർ ഇതിലും നല്ല മാർക്ക് നേടുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. റീ എക്സാം വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് കുറച്ചധികം എക്സ്ട്രാ സമയമാണ്. അതിനെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തന്നെ കാണണം, അത് ഉപയോഗിക്കണം. ഇപ്പോൾ പലരും ചെയ്യുന്നത് എന്താണെന്നറിയാമോ? പഠനം നിർത്തി ഒരു വെയിറ്റിംഗ് മോഡിലേക്ക് പോകും. അത് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും. മറ്റുള്ളവർ പേടിച്ചിരിക്കുമ്പോൾ നിങ്ങൾ പ്രിപ്പറേഷൻ തുടരണം. അതാണ് ശരിക്കുള്ളൊരു സ്മാർട്ട് സ്ട്രാറ്റജി. നിങ്ങളുടെ ഡെയിലി സ്റ്റഡി ഷെഡ്യൂൾ കൃത്യമായി തുടരുക. റിവിഷൻ സ്റ്റാർട്ട് ചെയ്യണം. വീക്ക് ഏരിയകൾ നോക്കി അത് കറക്റ്റ് ചെയ്യണം. സോഷ്യൽ മീഡിയയിലെ റൂമറുകളൊന്നും ശ്രദ്ധിക്കരുത്. അനാവശ്യമായ വാർത്തകൾ ഒഴിവാക്കി പ്രിപ്പറേഷനിൽ മാത്രം ഫോക്കസ് ചെയ്യുക. നിങ്ങളുടെ റാങ്ക് തീരുമാനിക്കാൻ പോകുന്നത് ഈ കിട്ടിയ സെക്കൻഡ് ചാൻസ് ആണ്. ഇത് കൃത്യമായി ഉപയോഗിക്കുന്നവരാണ് വിൻ ചെയ്യാൻ പോകുന്നത്. സ്റ്റേ കാം, സ്റ്റേ ഫോക്കസ്ഡ്. റീ എക്സാമിനായി തയ്യാറെടുക്കാം. ഓൾ ദി ബെസ്റ്റ്. ഓർക്കുക, എക്സാം വീണ്ടും വരുന്നു. നിങ്ങൾക്ക് ഒരു ചാൻസ് കൂടി കിട്ടിയിരിക്കുകയാണ്. ഇത് പാഴാക്കരുത്. Catalyst since 1997, trusted by generations.